CPMൻ്റെ പുതുതായി രൂപീകരിക്കപ്പെട്ട തവനൂർ ഏരിയ സമ്മേളനത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള വളണ്ടിയർ മാർച്ചിലും ഈ പൊതുസമ്മേളനത്തിലും പങ്കെടുത്തിട്ടുള്ള എല്ലാവരെയും CPMൻ്റെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ ഹാർദമായി അഭിവാദ്യം ചെയ്യുകയാണ്. CPMൻ്റെ സമ്മേളനങ്ങൾ 3 വർഷത്തിലൊരിക്കലാണ് നടക്കുന്നത്. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് നടന്നത് കണ്ണൂരിലാണ്. ഇനി 24ാമത് പാർട്ടി കോൺഗ്രസ് നടക്കാൻ പോകുന്നത് തമിഴ്നാട്ടിലെ മധുരയിൽ വെച്ചാണ്. ഈ പാർട്ടി സമ്മേളനങ്ങളിൽ എന്തൊക്കെ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത് എന്ന കാര്യം നേരത്തെ ഇവിടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി വ്യക്തമാക്കുകയുണ്ടായി. നമ്മുടെ നാടിൻ്റെ വികസന പ്രശ്നങ്ങൾ, ജനങ്ങളുടെ മൂർത്തമായിട്ടുള്ള ജീവിത പ്രശ്നങ്ങൾ, ലോകവും ഇന്ത്യയും കേരളവും അഭിമുഖീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, ഇവയൊക്കെ ചർച്ച ചെയ്തുകൊണ്ടാണ് CPMൻ്റെ സമ്മേളനങ്ങൾ നടക്കുന്നത്. രാജ്യത്തൊട്ടേറെ പാർട്ടികളുണ്ടല്ലോ. ആ പാർട്ടികളുടെ സമ്മേളനങ്ങളിൽ എന്താണ് കാണുന്നത്? നേതാക്കന്മാരുടെ പ്രസംഗങ്ങൾ മാത്രം. നേതാക്കന്മാർ പ്രസംഗിക്കുക, കേൾക്കുന്നവർ കൈയടിക്കുക. ഇതാണ് മറ്റു പാർട്ടികളുടെ സമ്മേളനങ്ങളിൽ നടക്കുന്നതെങ്കിൽ CPMൻ്റെ സമ്മേളനങ്ങളിൽ നമ്മുടെ സമൂഹത്തെ, ജനങ്ങളെ മുന്നോട്ട് നയിക്കുന്നതിനുള്ള ക്രിയാത്മകമായിട്ടുള്ള ചർച്ചകളാണ് നടക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിൻ്റെ സമ്മേളനങ്ങൾ നടത്തുന്നതിന് കൃത്യമായിട്ടുള്ള സവിശേഷമായ ചില പരിപാടികളുണ്ട്. കഴിഞ്ഞ കാലയളവിലെ പ്രവർത്തനങ്ങൾ, കഴിഞ്ഞ കാലയളവിലെ രാഷ്ട്രീയ സംഭവങ്ങൾ, ഇവയൊക്കെ CPM എങ്ങനെയാണ് നോക്കിക്കണ്ടത്? അതിനോടെല്ലാം പാർട്ടി കൈക്കൊണ്ട നിലപാടെന്താണ്? അവയെ വിമർശനത്തിൻ്റെയും സ്വയം വിമർശനത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള പരിശോധനയാണ് പാർട്ടിയുടെ പ്രതിനിധി സമ്മേളനങ്ങൾ നടക്കുന്നത്. ഇത് മറ്റു പാർട്ടികൾക്കില്ലാത്തൊരു സവിശേഷതയാണ്, കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു സവിശേഷതയാണ്. വിമർശനം നടത്തുക, സ്വയം വിമർശനം നടത്തുക. അപ്പോൾ നമ്മുടെ നാട്ടിലെ ചില മാധ്യമങ്ങൾ ഇതാ പാർട്ടിക്കകത്ത് വിമർശനം വന്നിരിക്കുന്നു, ആ വിമർശനം വന്നതോടുകൂടി പാർട്ടിക്കകത്ത് ഭയങ്കര പ്രശ്നമാണ് എന്ന നിലക്ക് ചിത്രീകരിക്കാൻ വലിയ പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഇതൊന്നും പുത്തരിയായിട്ടുള്ള കാര്യമല്ല. ശത്രുവർഗങ്ങൾ, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാർ എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റുകാരെ അപവദിക്കാൻ തയ്യാറായിട്ടുണ്ട്. കമ്മ്യൂണിസം എന്നുള്ള ആശയം ലോകത്ത് തുടക്കം കുറിച്ചതിന് ശേഷം അന്ന് മുതൽ ഇന്ന് വരെ അത് തുറന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ലോകത്ത് എന്താണ് കമ്മ്യൂണിസ്റ്റുകാരുടെ പരിപാടി എന്ന് പ്രഖ്യാപിച്ച ഒരു രേഖയാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. 1848 അന്ന് യൂറോപ്പിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു ചെറിയ സംഘടന, കമ്മ്യൂണിസ്റ്റ് ലീഗ് എന്ന് പറയുന്ന ആ സംഘടനയുടെ കാര്യപരിപാടി മാർക്സും എംഗൽസും തയ്യാറാക്കി അത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചു. ആ മാനിഫെസ്റ്റോവിൽ പറയുന്നൊരു കാര്യമുണ്ട്. അക്കാലത്ത് കമ്മ്യൂണിസം എന്നുള്ള ആശയം യൂറോപ്പിൽ മാത്രമാണ് ഉണ്ടായത് എന്ന് ഞാനിവിടെ സൂചിപ്പിച്ചു. ഏഷ്യയിലോ ആഫ്രിക്കയിലോ അമേരിക്കയിലോ മറ്റു ഭൂഖണ്ഡങ്ങളിലൊന്നും കമ്മ്യൂണിസം എന്നുള്ള ആശയം പ്രചരിച്ചിരുന്നില്ല. തൊഴിലാളി പ്രസ്ഥാനങ്ങളും അതിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയവും യൂറോപ്യൻ നാടുകളിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. കാരണം വ്യവസായ വിപ്ലവത്തെ തുടർന്ന് മുതലാളികരും തൊഴിലാളികളും എന്ന നിലക്കുള്ള വർഗ വ്യത്യാസം ഉടലെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അസമത്വം അവസാനിപ്പിക്കാനും ചൂഷണം അവസാനിപ്പിക്കാനും വേണ്ടിയുള്ള ചിന്താഗതികൾ ലോകത്തുയർന്നു വന്നു. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നിട്ടുള്ള ആശയമാണ് കമ്മ്യൂണിസം. എന്താണ് കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ? ചൂഷണരഹിതമായിട്ടൊരു വ്യവസ്ഥ ഉണ്ടാക്കുക, അസമത്വം അവസാനിപ്പിക്കുക, സമത്വ സുന്ദരമായിട്ടുള്ള ഒരു സമൂഹം സൃഷ്ടിക്കാനാണ് കമ്മ്യൂണിസ്റ്റുകാർ എല്ലായിടത്തും പ്രവർത്തിക്കുന്നത്. പക്ഷേ അസമത്വവും ചൂഷണവും നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ശക്തികൾ
കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ട് അപവാദ പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട്. മാർക്സും എംഗൽസും മാനിഫെസ്റ്റോവിൽ പറഞ്ഞു, യൂറോപ്പിനെ പിടികൂടിയിട്ടുള്ള ഒരു ഭൂതമായിട്ടാണ് കമ്മ്യൂണിസത്തെ അന്ന് വിരുദ്ധന്മാർ വിലയിരുത്തിയത്. യൂറോപ്പിനെ ഒരു ഭൂതം പിടികൂടിയിരിക്കുന്നു, കമ്മ്യൂണിസം എന്ന ദുർഭൂതം. ആ ദുർഭൂതത്തിന്റെ ബാധയകറ്റാൻ വേണ്ടി എല്ലാ പിന്തിരിപ്പൻ ശക്തികളും ഭരണകൂട ശക്തികളും പൗരോഹിത്യവും ഒന്നു ചേർന്ന് ശ്രമിക്കുന്നു എന്നാണ് മാനിഫെസ്റ്റോവിൽ മാർക്സും എംഗൽസും എഴുതിയത്. നിങ്ങൾ ഇപ്പൊ നോക്കൂ, എന്താണ് ഈ CPM-ന്റെ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തിലെ വലതുപക്ഷക്കാർ കൈക്കൊള്ളുന്ന സമീപനം. വലതുപക്ഷം എന്ന് പറയുമ്പോൾ കോൺഗ്രസ് ഉണ്ട്, വലതുപക്ഷം എന്ന് പറയുമ്പോൾ BJP ഉണ്ട്, വലതുപക്ഷം എന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗ് ഉണ്ട്, ഒട്ടേറെ പാർട്ടികളുണ്ട്. എന്നാൽ ഇവർ മാത്രമല്ല, ജനങ്ങളുടെ പൊതുബോധത്തെ നിർണയിക്കുന്ന മാധ്യമങ്ങൾ ഈ വലതുപക്ഷത്തോടൊപ്പം നിന്നുകൊണ്ടാണ് CPM വിരുദ്ധ പ്രചാരവേലകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, എന്താ കാരണം? ഒറ്റ കാരണമേ ഉള്ളൂ. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി CPM നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് തുടർഭരണത്തിനുള്ള ജനവിധി കിട്ടിയിരിക്കുന്നു. 8 വർഷം പൂർത്തീകരിച്ച് ശേഷിക്കുന്ന കാലയളവിലേക്കുള്ള ഭരണം നല്ല നിലക്ക് മുൻപോട്ട് പോകുന്നു. ഇതാണ് അവരെ ബേജാറാക്കുന്നത്. നിങ്ങൾ കേരളത്തിന്റെ ചരിത്രം പരിശോധിക്കൂ. ഭാഷാടിസ്ഥാനത്തിൽ കേരളം രൂപീകരിക്കപ്പെടുന്നത് 1956-ലാണ്. ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഭൂരിപക്ഷം കിട്ടി. രാഷ്ട്രീയ എതിരാളികളുടെ ഭിന്നതയെ ഉപയോഗിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഭൂരിപക്ഷം സീറ്റുകളിലും വിജയം നേടാനായപ്പോൾ മഹാനായിട്ടുള്ള സഖാവ് EMS-നെ കേരളത്തിന്റെ നിയമസഭ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തു. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ഭരണം എങ്ങനെയായിരിക്കും എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞത്. മഹാനായിട്ടുള്ള സഖാവ് EMS-ന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ 5 കൊല്ലത്തേക്കാണ് ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത്. പക്ഷെ നമ്മുടെ നാട്ടിലെ കോൺഗ്രസ് എന്താണ് അതിനോട് സമീപനം സ്വീകരിച്ചത്? അല്ലേ, ഇപ്പോൾ നമ്മുടെ കോൺഗ്രസ്സുകാർ നടത്തുന്ന പ്രസംഗം എന്തിനു വേണ്ടിയിട്ടാണ്? ജനാധിപത്യത്തിന് വേണ്ടി. ജനാധിപത്യത്തെക്കുറിച്ച് വാദോരാതെ പ്രസംഗിക്കുന്ന കോൺഗ്രസ് 5 കൊല്ലത്തേക്ക് കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെ 2 കൊല്ലം ഭരിക്കുമ്പോഴേക്ക് വിമോചന സമരത്തിലൂടെ അട്ടിമറിച്ചു. നെഹ്റുവിന്റെ ഗവൺമെന്റ് അതിനെ പിരിച്ചുവിട്ടു. അന്ന് 2 കൊല്ലം 1967-ൽ അതേ EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ഒരു ഐക്യമുന്നണി മന്ത്രിസഭ കേരളത്തിൽ അധികാരത്തിൽ വന്നു. 57 കഴിഞ്ഞു, 67-ൽ 5 കൊല്ലത്തേക്ക് അന്നും തെരഞ്ഞെടുത്തത്. അന്ന് മുസ്ലിം ലീഗ് CPM-നൊപ്പമായിരുന്നു. പക്ഷേ ആ EMS-ന്റെ ഗവൺമെന്റിനെയും 5 വർഷം ഭരിക്കാൻ അനുവദിച്ചില്ല. 2 വർഷം മാത്രമാണ് ഭരിക്കാൻ അനുവദിച്ചത്. 57-ൽ 2 വർഷം, 67-ൽ 2 വർഷം. 57-ൽ അധികാരത്തിൽ വന്നിട്ട് EMS ഗവൺമെന്റ് തകർക്കുന്നതിന് വേണ്ടി തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചു. എല്ലാ മതസാമുദായിക പ്രമാണിമാരും ചേർന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ട് അപവാദ പ്രചരണം നടത്തി. എന്തായിരുന്നു പ്രചരിപ്പിച്ചത്? നിങ്ങൾ നോക്കണം. ഇതാ ഈ കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിൽ അധികാരത്തിൽ വന്നിരിക്കുകയാണ്. ഇനി മുതൽ സെൽഭരണം നടക്കാൻ പോവുകയാണ്. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ തുടർന്നാൽ പള്ളി ഉണ്ടാവില്ല, പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കാൻ പറ്റില്ല, ചർച്ചിൽ പോയിട്ട് കുർബാന കൊള്ളാൻ പറ്റില്ല, അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാൻ പറ്റില്ല. മതം അപകടത്തിൽ, വിശ്വാസം അപകടത്തിൽ. ഇതാണ് 57-ലെ EMS ഗവൺമെന്റിനെതിരായി തെരുവിൽ കോൺഗ്രസ്സുകാരുടെ നേതൃത്വത്തിൽ കേട്ടിട്ടുള്ള മുദ്രാവാക്യം. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർ പിന്നെയും കേരളത്തിൽ അധികാരത്തിൽ വന്നു. ഏതെങ്കിലും ആരാധനാലയത്തിന് വല്ല പ്രശ്നമുണ്ടായോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാർ ഇന്ന് CPM-നെതിരായി നടത്തുന്ന അപവാദ പ്രചരണങ്ങൾ അക്കാലത്തും നടത്തിയിട്ടുണ്ട്, എക്കാലത്തും നടത്തിയിട്ടുണ്ട്. 67-ൽ മഹാനായിട്ടുള്ള സഖാവ് EMS-ന്റെ നേതൃത്വത്തിലുള്ള ഐക്യമുന്നണി
മന്ത്രിസഭയിൽ പങ്കാളിയായിരുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അതുവരെ ലീഗുകാരെന്തായിരുന്നു CPM-നെ കുറിച്ചും കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചും പറഞ്ഞിരുന്നത്? ഈ CPM-കാർ അവർക്ക് പള്ളിയില്ല അല്ലേ? 1967 മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാർ സഖാവ് EMS-നോടൊപ്പം ഭരിക്കുന്നതുവരെ ഈ നാട്ടിലെ മുസ്ലിം ലീഗുകാർ എന്താ പ്രചരിപ്പിച്ചത്? ഈ കമ്മ്യൂണിസ്റ്റുകാർ നിർമ്മതവാദികളാണ്, നിരീശ്വരവാദികളാണ് അല്ലേ? പള്ളികളിൽ കിട്ടാവുന്ന സ്ഥലത്തൊക്കെ ലീഗുകാർ പ്രചരിപ്പിച്ചു, ഇസ്ലാം മതവിശ്വാസികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടി പിടിക്കാൻ പറ്റില്ല. എന്തെല്ലാം പ്രചരണങ്ങളാണ് അക്കാലത്ത് നടന്നത്. പക്ഷെ 67 ലീഗ് എന്ന് പറയുന്ന പാർട്ടിക്ക് കോൺഗ്രസ് നിഷേധിച്ച അധികാരത്തിന്റെ പങ്കാളിത്തം കമ്മ്യൂണിസ്റ്റുകാർ കൊടുത്തപ്പോൾ ഈ പ്രചരണം ലീഗ് അവസാനിപ്പിച്ചു. ലീഗ് പിന്നെയും തുടരുന്നുണ്ടെങ്കിലും അവർക്ക് അത് വസ്തുനിഷ്ഠമായി പറയാൻ, സത്യസന്ധമായി പറയാൻ പിന്നെ ധൈര്യം ഉണ്ടായില്ല. അതുവരെ പ്രചരിപ്പിച്ചതാണ് നിരീശ്വരവാദികൾ, നിർമ്മതവാദികൾ. നിസ്കരിക്കാൻ പറ്റില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടാൽ. ഇതൊക്കെയല്ലേ പ്രചരിപ്പിച്ചിരുന്ന ഇതൊക്കെയാണല്ലോ. എന്നാൽ ഒരു കാലത്തും ലോകത്തിൽ ഒരിടത്തും കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ പരിപാടികൾ നിരീശ്വരവാദ പ്രചരണം ഒരു അജണ്ടയായിട്ട് എടുത്തിട്ടില്ല എന്നതാണ് വസ്തുത. നിങ്ങൾ നോക്കൂ, കേരളത്തിലെ CPM-ന്റെ ഏതെങ്കിലും വേദികളിൽ പരസ്യമായിട്ടുള്ള പൊതുയോഗം നടക്കുന്ന അവസരങ്ങളിൽ ഏതെങ്കിലും നേതാക്കന്മാർ നിരീശ്വരവാദ പ്രചരണം നടത്തിയിട്ടുണ്ടോ? പക്ഷെ വിരുദ്ധന്മാർ ഇതാണ് പ്രചരിപ്പിച്ചിരുന്നത്. വിശ്വാസികൾ ഈ നാട്ടിലെ ചെങ്കൊടിയുടെ ഭാഗമായി ചെങ്കൊടി പിടിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നതിനെ പ്രതിരോധിക്കുക എന്നത് വിരുദ്ധന്മാരുടെ പ്രധാനപ്പെട്ട അജണ്ടയായിരുന്നു. ഇത് നടന്നില്ല. ഒട്ടേറെ വിശ്വാസികൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പിന്നിൽ അണിനിരന്നു. എന്തുകൊണ്ട്? ഈ നാട്ടിലെ തൊഴിലാളികൾ, ഈ നാട്ടിലെ കൃഷിക്കാർ, ഈ നാട്ടിലെ കർഷക തൊഴിലാളികൾ, ഈ നാട്ടിലെ പിന്നാക്കം നിൽക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങൾക്കും വേണ്ടി, അവരുടെ അഭ്യുന്നതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതും പോരാടുന്നതും കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പോൾ നാനാവിശ്വാസികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വിരുദ്ധന്മാരുടെ എല്ലാ ആക്രമങ്ങളെയും അതിജീവിച്ചത്. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വലിയ ബഹുജന സ്വാധീനമുള്ള ഒരു പാർട്ടിയായിട്ട് മാറിയത്. ആ മുന്നേറ്റത്തെ തടയാൻ വേണ്ടി ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിലക്ക് കോൺഗ്രസ് ഇടപെട്ട കാര്യമാണ് ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത്. 67 EMS അധികാരത്തിൽ വന്നു. 5 കൊല്ലം ഭരിക്കാൻ വിട്ടിട്ടില്ല. 2 കൊല്ലം മാത്രമാണ് EMS-ന് അധികാരത്തിൽ തുടരാൻ കോൺഗ്രസ് അനുവദിച്ചത്. കൂടെയുള്ള പാർട്ടികളെ ചാക്കിലാക്കി കോൺഗ്രസ് ആ ഗവൺമെന്റിനെയും തകർത്തു. 1980 പിന്നെ സഖാവ് നായനാരുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നു. 5 കൊല്ലത്തേക്കാണ് ജനങ്ങൾ തിരഞ്ഞെടുത്തത്. അന്നും കോൺഗ്രസ് ചെയ്തത് പഴയ പണി തന്നെ. CPM-നോടൊപ്പം നിൽക്കുന്ന പാർട്ടികളെ കേന്ദ്രത്തിലെ അധികാരം ഉപയോഗിച്ച് ചാക്കിലാക്കി ആ ഗവൺമെന്റിനെയും തകർത്തു. 57 2 കൊല്ലം, 67 2 കൊല്ലം, 80 2 കൊല്ലം. പക്ഷെ സുഹൃത്തുക്കളെ, നാം ചരിത്രത്തെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കാര്യം കമ്മ്യൂണിസ്റ്റുകാർക്ക് അഭിമാനപൂർവ്വം ഈ നാടിന്റെ മുമ്പാകെ പറയാനാവും. എന്താണത്? 2 കൊല്ലം ഭരിക്കാൻ കിട്ടിയിട്ടുള്ള അവസരങ്ങളിലൊക്കെ ഈ നാടിന്റെ മൂർത്തമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ദൃഢമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച ഗവൺമെന്റുകളാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ഗവൺമെന്റുകൾ. 57 EMS അധികാരത്തിൽ വന്നപ്പോ കുടിയാന്മാരായിട്ടുള്ള ആളുകളെ നിഷ്കരണം ഒഴിപ്പിക്കാൻ ജന്മിമാർ മുന്നോട്ട് വന്നിട്ടുള്ള അനുഭവങ്ങൾ രാജ്യത്തെമ്പാടും സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്ന ഘട്ടത്തിൽ EMS ഗവൺമെന്റ് ഇറക്കിയിട്ടുള്ള ആദ്യത്തെ നിയമം, ഓർഡിനൻസ്, ഒഴിപ്പിക്കൽ തടഞ്ഞുകൊണ്ടുള്ള നിയമമാണ്. ആ ഒഴിപ്പിക്കലിനെ വിധേയമായിരുന്നത് ഹിന്ദുക്കളുണ്ട്, മുസൽമാന്മാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, നാനാവിശ്വാസികളായിട്ടുള്ള ആളുകളുണ്ട്. അവർക്ക് സംരക്ഷണം കൊടുക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ 1967 EMS നേതൃത്വമുള്ള ഗവൺമെന്റ് 2 കൊല്ലമേ ഭരിച്ചുള്ളൂ.
പക്ഷേ ചരിത്ര പ്രസിദ്ധമായിട്ടൊരു ഭൂബന്ധ പരിഷ്കാരം ഈ 2 കൊല്ലത്തിനിടയിൽ കൊണ്ടുവന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചത്താൽ കുഴിച്ചിടാൻ 6 അടി മണ്ണ് പോലും ഇല്ലാതിരുന്ന പാവപ്പെട്ട ആളുകൾക്ക് 10 സെന്റ് കുടികിടപ്പവകാശം ലഭ്യമായത്. 38 ലക്ഷം ആളുകൾക്ക്, നോക്കണം, 38 ലക്ഷം ആളുകൾക്ക് 10 സെന്റ് കുടികിടപ്പവകാശം കിട്ടി. ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്ക് മിച്ചഭൂമി വിതരണം ചെയ്യുന്ന ഒരു സംവിധാനം ഇന്ത്യ രാജ്യത്ത് ആദ്യമായി നടപ്പാക്കിയത് 67-ലെ EMSന്റെ ഗവൺമെന്റാണ്.